ചെറുകിഴങ്ങ് അത് കുഴിച്ചിടുന്നത് കണ്ട. ചെറുകിഴങ്ങ് എന്ന് വെച്ചാൽ ചെറിയ കിഴങ്ങുകളല്ല, കപ്പ, മരച്ചീനി, പൂളക്കിഴങ്ങല്ല. ഇത് ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോയുടെ അതേ കളറിലുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കേരളത്തിലൊക്കെ. അപ്പം ഇത് ഞാൻ കണ്ടില്ല, ഇതാണ് സാധനം. അപ്പം ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. കിലോയ്ക്ക് 60 രൂപ 70 രൂപയ്ക്കാണ് വില. അപ്പം ഞാൻ ഇവിടെ 8 പീസ് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കറി വെച്ച് കഴിച്ചു. അപ്പം ഉണ്ടോ നമ്മൾ ഈ കാവുത്ത് അല്ലെ കുത്തുകിഴങ്ങ്, കാച്ചില് ഇങ്ങനെ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കുത്തുകിഴങ്ങ്, കാച്ചില്, കാവുത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റാണ്. അതാണ് പറയുന്നത് കണ്ടാ. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ. അപ്പം ഇത് കഴിഞ്ഞ വർഷം നട്ടതാണ്. അപ്പം നമ്മൾ ഇതിൽ മുമ്പ് ഒരു കട പറിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 10 കിലോ കിട്ടി. അത് പറിച്ച കുഴി നമ്മൾ കണ്ടില്ലേ, ആ ചവറിട്ട് വെച്ചത്. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്, പറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് നടുന്നത് മിക്കവാറും വല്ല മരങ്ങളുടെ അരിയിലാവണം. അപ്പം ഇതൊരു വള്ളിച്ചെടിയാണ്. മുളച്ചേറ്റ് നമ്മളുടെ എന്താ പറയുക, മുല്ലച്ചെടിയൊക്കെ പടർന്ന പോലെ ഇങ്ങനെ പടർന്നു പോകും. കുറ്റിമുല്ലല്ല, നാടൻ മുല്ല. അപ്പോൾ ഈ വള്ളി പടരാനായിട്ട് നമ്മൾ മാവ്, പ്ലാവ് ഇതിൻ്റെയൊക്കെ അരിയിൽ തന്നെ കുഴിച്ചിടുക. അപ്പോൾ നമ്മൾ ഈ കുഴിയൊക്കെ കുത്തുന്നത് അല്പം വേനൽക്കാലത്തിന് മുമ്പ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പറിക്കാൻ കുഴപ്പമില്ല, കുഴി കുത്താനായിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ കുഴി കുത്തിയിട്ടുണ്ടായിരുന്നു, ഏത് വർഷക്കാലത്ത് തന്നെ. അപ്പോൾ ഇത് കണ്ട സാധനം കിട്ടി. ഇതാണ് കുത്തുകിഴങ്ങ്, കാച്ചില്, കാവുത്ത് എന്നൊക്കെ പല ഭാഷകൾ പറയും. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ രുചി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇന്നത്തെ യുവതലമുറ എന്നിട്ടാണ് രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് നല്ല മധുരം ഉണ്ടാവണം. മധുരം മാത്രമല്ല രുചികൾ, കയ്പ്പ്, ഉപ്പ്, പുളി, അതുപോലെ തന്നെ എരിവ്, ഇതൊക്കെ നമ്മൾ ചവർപ്പ്, അങ്ങനെ പല സാധനമുണ്ട്. അപ്പോൾ ഇത് കണ്ട ഇവിടെ വെച്ചാണ് ഞങ്ങൾ മുറിക്കുക. അപ്പോൾ ഒരു 200 ഗ്രാമോ അല്ലെങ്കിൽ നിങ്ങൾ 1/2 കിലോ അങ്ങോട്ട് കുഴിച്ചിടുക. 1/2 കിലോ കുഴിച്ചിട്ടിട്ട് ഒരു 50 രൂപയ്ക്ക് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഒരു 500 രൂപയ്ക്കുള്ള സാധനം ഉണ്ടായി കിട്ടും. അപ്പോൾ ഇതാണ് ചാണകം കൊണ്ടുവരണം ഞാൻ. ഇതാണ് കുത്തുകിഴങ്ങ്. അപ്പോൾ ഈ കുഴിയിൽ ചവറൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങി ഒന്ന് അമർന്ന് ഇരിക്കണം. അപ്പോൾ കുറച്ചും കൂടി ഇലകളൊക്കെ ഇട്ട് കുഴി മൂടണം. അപ്പം നിങ്ങൾ കുഴി കുത്തുമ്പോൾ 1 അടി താഴ്ച, ഒരു 3 അടി ചതുരം അല്ലെങ്കിൽ 4 അടിക്ക് ചതുരത്തിലുള്ള കുഴി, 1 അടി താഴ്ച, അതിനുള്ളിൽ കണ്ട ഇതുപോലെ ചവറിട്ട് നിറയ്ക്കണം. അപ്പോൾ വർഷക്കാലം കഴിയുന്നതിനേക്കാളും മുമ്പ് വേനൽക്കാലം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കുഴി കുത്തി വെച്ചാൽ എളുപ്പമാണ് പണി. ആകെ ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ വേനൽക്കാലത്തിന് മുമ്പേ ഞാൻ കുഴി കുത്തി കണ്ട ചവറൊക്കെ ഇട്ട് വെച്ചു. അപ്പോൾ ഒന്നുകൂടി ചവിട്ടി അമർത്തി ഇതിൽ വെക്കണം. അപ്പോൾ എത്ര വേണമെങ്കിലും ഈ കരിയിലകളൊക്കെ ഇട്ട് നിറച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് അത്രയും സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ സമയമൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ടാണ് ഇതുപോലെ കിടന്നത് കേട്ടോ. അപ്പോൾ 2 കുഴി അടിച്ചിട്ടുണ്ട്. ഇപ്പം അടിച്ചതല്ല, മുന്നേ അടിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചവറ് നിറച്ചിട്ടായിരുന്നു, വീണ്ടും ചവറിട്ടു. ഇതാണ് നമ്മളുടെ ചെറുകിഴങ്ങ്. അപ്പം ഇന്ന് കേരളത്തിലൊന്നും കിട്ടാൻ പോലും, കണി കാണാൻ പോലും കിട്ടാത്തൊരു സാധനമാണ് ചെറുകിഴങ്ങ്. അപ്പം ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തമിഴ്നാടാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവന്നതിൻ്റെ. അപ്പോൾ 1 കിലോ വാങ്ങിച്ചു, 1/2 കിലോ നട്ട് വളർത്താൻ പോകണം. അപ്പം ഉണ്ടോ അതിന് മുകളിൽ കുറച്ച് പൊടിമണ്ണ് ഇട്ട് കൊടുക്കണം. പൊടിമീച്ച മുളയ്ക്കണ കാലം നെഞ്ചിനകത്ത് ബാൻഡടിമേള. അതുപോലെ തന്നെ ബാൻഡ് അടിക്കണ പോലെ നമ്മൾ ഹൈ സ്പീഡിൽ ഇങ്ങോട്ട് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇടുമ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിരിച്ചു കഴിഞ്ഞെങ്കിൽ ഈ മണ്ണ് എല്ലായിടത്തും കറക്റ്റ് ലെവലിലിടും. അപ്പോൾ 1 ഇഞ്ച് വണ്ണത്തിലാണ് ഞാൻ മണ്ണിട്ട് കൊടുക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ അപ്പോൾ ചവറിട്ടു, കുഴി കുത്തി ചവറിട്ടു, 1 അടിക്ക് ചവറ്.
അതിൻ്റെ മുകളിൽ 1 ഇഞ്ച് മണ്ണ് ഇട്ടു. ഇനിയാണ് ചാണകം, നമ്മളുടെ ഒറിജിനൽ ചാണകം. ജൈവകൃഷി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ചാണകം. 240 രൂപയാണ് ഈ ചാക്ക് ഫുള്ള്. തമിഴ്നാട് ചാണകം. കേരളത്തിൽ നിന്ന് മേടിച്ചാണെങ്കിൽ അര ചാക്ക് ഉണ്ടാവും. അവർ നിറച്ച് പച്ചയ്ക്ക് ഉണങ്ങാണ്ട് തന്നെ നിറച്ച് അട്ടിയിട്ട് കൊണ്ടുവരും. അപ്പോൾ ഒരു അര ചാക്ക് ഉണ്ടാവുള്ളൂ. അതിനും 240. കണ്ടോ? അപ്പോൾ ഇതാണ് സാധനം. ഇതാണ് ഇട്ട് ഒരു ചട്ടി, ഒരു 50 രൂപയ്ക്കുള്ള ചാണകം ഇട്ട് കൊടുക്കണം. ഇനി അല്പം കൂടി പൊടിമീശയല്ല, പൊടിമണ്ണ് ഇട്ട് കൊടുക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് പണി കഴിക്കണം. ഇതൊക്കെ നിസ്സാരം സമയം വേണ്ടു. അപ്പോൾ ഒരു 50 രൂപയ്ക്കുള്ള ചാണകം, ഒരു 20 രൂപയ്ക്കുള്ള നമ്മളുടെ ചെറുകിഴങ്ങ്. അപ്പോൾ ഇതാണ് കുത്തുകിഴങ്ങ്, കാച്ചിൽ, കാവുത്ത്. ഇതൊക്കെ ഭയങ്കര വലിപ്പത്തിൽ വരും. അപ്പം നമ്മൾ കറക്റ്റ് ഇതിലല്ല കുഴിച്ചിട്ടത്. അപ്പം ഇപ്പോൾ ഒരു 4 എണ്ണമാണ് വെച്ചോളുന്നത്. നമ്മളുടെ ചെറുകിഴങ്ങ് കണ്ടോ, 4 പീസ് ഒരടി അകലത്തിൽ വെച്ച് കൊടുക്കണം, ഒരടി അകലത്തിൽ. അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് ഇന്ന് ഫെബ്രുവരി 19 ആയിട്ടുണ്ട്, 20 ആകുന്നുണ്ട്, 20-ാം തീയതി. ഇപ്പം കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന്, ഈ മണ്ണിൻ്റെ അടിയിൽ കിടന്ന് അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ നമ്മളുടെ ബാക്ടീരിയ ഒക്കെ കിടക്കണ പോലെ അവിടെ കിടന്നോളും. കണ്ടോ? അത് ഉണങ്ങിപ്പോകുന്നില്ല. അവൻ മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ട് കണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ ഈ ചെറിയ ഒരു 50 ഗ്രാമുള്ളൂ ഒരെണ്ണത്തിൻ്റെ വലുപ്പം. അപ്പം നല്ല വലുപ്പമാണെങ്കിൽ ഒരു 100 ഗ്രാം കൂടിയതേ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് മറ്റേ കാച്ചിൽ, കാവുത്തിൻ്റെ പോലെ 10 കിലോ 25 കിലോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചെറിയ കിഴങ്ങുകളായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടോ, അതൊക്കെ കുഴിച്ചിട്ടു. അതിൻ്റെ മുകളിൽ കുറേ തൂപ്പ്, ഉണങ്ങിയ ചപ്പ് ചവറ് ഇടണം. അപ്പോൾ ഇതൊക്കെ അവിടെ കിടന്ന് ഉണങ്ങി അവിടെ തന്നെ കിടക്കും. ഇനി ഇത് ഫെബ്രുവരി, മാർച്ചും ഏപ്രിൽ അതുകൊണ്ട് വിഷു. ആ വിഷുവിന് കാർമേഘം കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാച്ചിൽ അല്ലെങ്കിൽ കാവുത്ത്, ഈ ചെറുകിഴങ്ങ്, അവന് മനസ്സിലാവും കാർമേഘം ഇരുണ്ട് കൂടിയിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഇത് മുളച്ചു തുടങ്ങി. ഈ വേനൽക്കാലത്ത് മുള വന്നു കൊടുക്കും. ഇനി പുതുമഴ അങ്ങോട്ട് നിലത്ത് പതിച്ചാൽ മതി. ഒരല്പം മണ്ണ് അല്പം ജലം കിട്ടിയാണെങ്കിൽ ഉടനടി ഉയർത്തെഴുന്നേറ്റു. ഇനി അങ്ങോട്ട് മുളച്ചു വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഈ കൂർക്ക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീടിനകത്തന്നെ വെച്ചത്. അത് കാർമേഘം ഇരുണ്ട് കൂടിയിട്ടുണ്ടെങ്കിലേ ഉരുണ്ടുകൂടാ, അല്ലെങ്കിൽ ഇരുണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഉടനടി മുളച്ചു വന്നു. അകത്ത് കിടന്നിട്ട് സിമെൻറ്റ് തറയിലോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാൽ പാത്രത്തിലിരുന്ന് മുളച്ചു വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് കുഴിച്ചിടുക. അതുപോലെ തന്നെ ഇവന് കാർമേഘം ഉരുണ്ട് കൂടിയാൽ മതി, ഈ സാധനം മുള വന്നു കൊടുക്കും. അപ്പോൾ നിങ്ങൾ